എനിക്ക് 2 കുഞ്ഞൻ ചക്ക കിട്ടിയെന്ന് പറഞ്ഞില്ലേ, നമ്മൾ ഒന്ന് കറി വെച്ചു, ഒന്ന് പഴുത്തിരിപ്പുണ്ട്, നമുക്കൊന്ന് ചക്കയപ്പം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അത് പൊളിച്ചൊക്കെ നോക്കിയപ്പോൾ നല്ല കളർ കേട്ടോ, എൻ്റെ ചോള നല്ല മണവും നല്ല മധുരവും ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തേ. അപ്പോൾ ഞാൻ ശർക്കരപ്പാനി നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നേ. ഇപ്പോൾ നോക്കിയപ്പോൾ അതേ കട്ടി പിടിച്ചിരിക്കുന്നു. പിന്നെ അതും കൂടെ ഇളക്കിയൊക്കെ എടുത്ത് ഈ ചക്കയുടെ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് ചക്ക അത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് ഗോതമ്പ് മാവ് ഇട്ടാണ് ചക്കയപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഗോതമ്പ് മാവിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു. അതിനുശേഷം അതിലേക്ക് തിരുമിയ തേങ്ങ ചേർത്ത് കൊടുത്തു. പിന്നെ തേങ്ങാക്കൊത്തും ഉണക്കമുതിരിയും കൂടെ നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്താൽ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് കിട്ടിയ ഇല തീരെ ചെറിയ ഇലയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറേശ്ശെ മാവാണ് അതിൽ വെച്ചത്. ഒന്ന് നൈസായിട്ട് പരത്തിയെടുത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കൂടുതൽ കട്ടിയായാൽ ഒരു ടേസ്റ്റും കാണില്ല കേട്ടോ. അപ്പോൾ അതെ ഇല ഒന്ന് മടക്കി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, നല്ല നൈസായിട്ട് പരന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ ആവി കയറ്റാനായിട്ട് വെച്ച് കൊടുത്തു. ഒരു 20-25 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചക്കയപ്പം വെന്ത് റെഡി ആയി കിട്ടി കേട്ടോ. അങ്ങനെ അത് തണുത്തും കഴിഞ്ഞു. ഇനി നമുക്ക് കഴിക്കാം. ഇദ്ദേഹം കഴിച്ച് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വേറെ ഒന്നും നോക്കാനില്ല കേട്ടോ. അപ്പം കഴിച്ചിട്ട് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ തന്നെയായിരിക്കും. അപ്പോൾ ചക്കയപ്പൊക്കെ കഴിച്ചിട്ട് അടിപൊളി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.